ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു മാമ്പഴ കൂട്ടാൻ അരയ്ക്കാൻ പോകണം കേട്ടോ. അതിനായിട്ട് ഞാൻ രണ്ട് മാങ്ങ, നല്ല പഴുത്ത മാങ്ങയാണത്. മാങ്ങ ഞാനിതിൽ മുറിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് കൽച്ചട്ടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ് 2 എണ്ണം എടുത്തിട്ടുണ്ട്. മാങ്ങയും മാമ്പഴവും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് വീഴാത്ത നല്ല മധുരമുള്ള മാങ്ങയാണ്. ഉണ്ടോ, തൊടുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നല്ലോണം പാകമായി കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. നല്ല മധുര. ഇതിടുന്നില്ല, ഞാൻ തിന്നാനെടുക്കാനാട്ടോ. ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഒരു നുള്ളി ജീരകം ചേർത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് വെക്കണം കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കുറച്ച് മതിയിട്ട്, ഞാൻ ഇത്ര എടുക്കണുള്ളൂ. ഒരു 1/4 ശകലം മുളക് പൊടി മതി. മുളക് പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം പച്ചമുളക് ഇടണമല്ലേ, അപ്പം അത് കിട്ടും. ഇത് നമുക്കിത് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ച് കൊടുത്തു കേട്ടോ. മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിക്കാം. നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ തൈര് ഒഴിക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു മാമ്പഴം ഉണ്ടായാൽ മതി. മാങ്ങയുള്ള കാലത്തൊക്കെ നമുക്ക് ഒരൊറ്റ മാമ്പഴം കിട്ടിയാൽ മതി. നമുക്ക് ഇതേ മരിച്ച് വേറെ ഒന്നും വേണ്ട. പിന്നെ കുമ്പളങ്ങി അല്ലെങ്കിൽ വെള്ളരിക്കയാണെങ്കിൽ ചേന എന്തിട്ടാലും കുറേ നേരം വേവണ്ടേ. ഇത് ഒരു 5 മിനിറ്റ് മാത്രം മതി. ഇതാ കറി നന്നായി തിളച്ചു. ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള മോര് ഒഴിച്ചു കൊടുക്കാം. തൈര് കലക്കി മോരാക്കി വെച്ചതാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പാലോറ ഒഴിച്ചിട്ട് നമുക്ക് യാതൊരു പ്രശ്നമില്ലാതെ കൂട്ടാലോ. നമ്മൾ തന്നെ ഉണ്ടാക്കണ മോരാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കൂട്ടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി പതഞ്ഞ് വരുമ്പോൾ നമുക്കിതൊന്ന് തള വരുമ്പോൾ തന്നെ നമുക്ക് വാങ്ങി വെച്ചിട്ടൊന്ന് കടുക് വറക്കണം. അപ്പോൾ നമ്മുടെ കൂട്ടാൻ റെഡിയായി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കടുക് വറുത്തു വിട്ടാൽ കടുക്, മുളക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില. ഉപ്പിടാൻ മറക്കരുതേ. ഒരു കൊതുക് എന്നെ കടിക്കുന്നുണ്ട്. ഓ അമ്മേ, അയ്യോ എൻ്റെ കൊതുക് എന്നെ കടിക്കല്ലേ. അപ്പം നമ്മുടെ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്, മാമ്പഴക്കറി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സപ്പോർട്ട് എല്ലാം ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക് യു സോ മച്ച്. ഇടാം മൂടി ഇട്ടോ ഞാൻ.